ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു പണിയിലാട്ടോ ഞാൻ. ഭയങ്കരമായിട്ട് കുറേ നാളായിട്ട് മടി പിടിച്ച് അടുക്കള വൃത്തിയാക്കണമെന്ന് വിചാരിച്ച് ഒരു രക്ഷയില്ലാണ്ട് മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് തീരുമാനിച്ചു അടുക്കള അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെക്കണമായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്നാൽ പിന്നെ അടുക്കള ക്ലീനിങ് കൂടി നടക്കട്ടെ എന്നങ്ങ് വിചാരിച്ചു. രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി കേട്ടോ. നടു ഒട്ടിയുന്ന പണിയായിരുന്നു. ഒരു 9 മണി 9:30 കയറിയിട്ട് തീർന്നത് ഏകദേശം 12 മണിയായപ്പോൾ. അപ്പോൾ 10, 11, 12 3 മണിക്കൂറോളം എടുത്തു ഇത് മൊത്തം ക്ലീൻ ചെയ്യാൻ. പക്ഷേ ഈ വീഡിയോ അടുക്കള ക്ലീനിങ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുകയാണെങ്കിലും എനിക്കിന്ന് അങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അടുക്കള ക്ലീനിങ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനല്ലേ. പക്ഷേ നിങ്ങൾക്ക് വേറൊരു ചെറിയ കഥ പറഞ്ഞു തരാനുണ്ട്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ചില സമയത്ത് ചില ഘട്ടങ്ങളിൽ നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തകർന്ന് തരിപ്പണമാവുന്ന രീതിയിൽ നമ്മൾ വിഷമം സഹിക്കും. അത്രയും വിഷമം വരുമ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരു എന്താ പറയുന്നത്, ടു ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളത് ഒരു കാര്യം. ഒന്നുമല്ല, എൻ്റെ ജീവിതം ഇതിനേക്കാൾ ഭംഗിയാവും എന്നുള്ളൊരു ഹോപ്പുണ്ടല്ലോ. ആ ഹോപ്പാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. ആ ഒരു ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ അതും നല്ലതിന് വേണ്ടി ആയിരുന്നു എന്നാരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ കഥ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു ചെറിയ കഥയാണ്. ആ കഥയിൽ ഇതേപോലെ തന്നെ സംഭവിച്ചു. നിങ്ങളൊന്ന് കേട്ടു നോക്കൂട്ടോ ഈ കഥ. ചിലപ്പം പലവരും ഈ കഥ കേട്ടവർ കാണും, കേൾക്കാത്തവർ കാണും. എന്താണെങ്കിലും കേട്ടവരാണെങ്കിലും കേൾക്കാത്തവരാണെങ്കിലും എൻ്റെ കഥ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് ഈ കഥയെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബിക്കോസ് ഞാൻ ഇനി മുന്നോട്ട് ഞാൻ ഇതേപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഥകളും കാര്യങ്ങളും ഒക്കെയാണ് പറയാൻ എൻ്റെ ചാനലിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥയിലോട്ട് നേരിട്ട് പോയാലോ? ഓക്കെ. അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒരു രാജാവും മന്ത്രിയുടെ കഥയാട്ടോ. രാജാവും മന്ത്രിയും കൂടി ഒരു കുതിരയുടെ പുറത്ത് കയറി ടപ്പ് 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 പറഞ്ഞുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? കാട്ടിലോട്ട് എന്തിനാണ് പോകുന്നതെന്ന് അറിയാലോ? വേട്ട, ഹണ്ടിങ്, അതാണ് പേർപ്പസ്. മാന് അങ്ങനെ പല സാധനങ്ങളും വേട്ടയാടാനായിട്ട് ജംഗിളിലോട്ട് ഇവർ രണ്ടുപേരും കൂടി പോവാണ് കേട്ടോ. അങ്ങനെ പോയി അവർ ദൂരെ രാജാവ് ഒരു മാനിനെ കാണും. അപ്പോൾ അതിനെ വേട്ടയാടാനായിട്ട് അമ്പും വില്ലും ഒക്കെ എടുത്ത് അങ്ങോട്ട് എല്ലാം റെഡിയാക്കി അങ്ങോട്ട് വേട്ടയാടാൻ തുടങ്ങുന്ന സമയത്ത് കൈ അങ്ങ് കയറി മുറിഞ്ഞിട്ട് ചോരയാണെങ്കിൽ ഇങ്ങനെ ഒലിച്ച് വരിക. അപ്പോഴത്തേക്കും മന്ത്രി പെട്ടെന്ന് എന്തൊക്കെയൊക്കെ പച്ചിലയൊക്കെ എവിടെ നിന്നൊക്കെയോ കാട്ടിൽ നിന്നൊക്കെ പറിച്ചെടുത്ത് കെട്ടി വെച്ച് എന്തൊക്കെയോ കെട്ടി രാജാവിനെ ശരിയാക്കി എല്ലാം കെട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പറയാണ് മന്ത്രി രാജാവിൻ്റെ അടുത്ത് പറയാണ്, രാജാവെ കൈ മുറിഞ്ഞതല്ലേ, കുഴപ്പമില്ല, കൈ മുറിഞ്ഞത് നല്ലതിന് വേണ്ടിയിട്ടാണ്, എല്ലാം സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന്. രാജാവാണെങ്കിൽ ഈ വേദന എടുത്ത് പൊളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഈ മന്ത്രിയുടെ ഈ വാക്കുണ്ടല്ലോ, എല്ലാം സംഭവിക്കുന്ന നല്ലതെന്ന് കേട്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ഒറ്റ ചവിട്ടി. മന്ത്രി ഇതേ കിടക്കുന്നു. ഒരു വലിയ കുഴിയുണ്ടായിരുന്നു അപ്പുറത്ത്. ആ കുഴിക്കകത്തോട്ടങ്ങ് വീണുപോയി. മന്ത്രി വിചാരിച്ചാൽ പോലും ആ കുഴിക്കകത്തുനിന്ന് കയറി വരാൻ പറ്റില്ല, അത്രയും വലിയ കുഴിയാണ്. രാജാവ് വിചാരിച്ചാൽ മാത്രമേ മന്ത്രിക്ക് കയറി വരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കുഴിക്കകത്തോട്ട് ഒറ്റ ചവിട്ടി അങ്ങോട്ട് ഇട്ടിട്ട് രാജാവ് ഒറ്റ പോക്ക് പോയി അവിടെ നിന്ന്. രാജാവിന് അത്ര ദേഷ്യമായിരുന്നു ഇത് കേട്ടത്. എന്നിട്ട് രാജാവ് വീണ്ടും വേട്ട തുടർന്ന് അങ്ങനെ ജംഗിളിൻ്റെ അകത്തോട്ട് കയറി പോവുകയാണേ. അങ്ങനെ കയറി പോകുന്ന സമയത്തുണ്ടല്ലോ
ഒരു കൂട്ടം ട്രൈബൽസ് വന്ന്, ഈ കാട്ടുവാസികളുണ്ടല്ലോ, വന്ന് രാജാവിനെ അങ്ങ് ചുറ്റി അങ്ങ് പിടിച്ച് കെട്ടി ഒരു മരത്തിൽ അങ്ങോട്ട് കെട്ടി എന്തൊക്കെയോ ഒക്കെ പൂജകളോ എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നു. അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ കാട്ടുവാസികൾക്ക് എന്തോ ഒരു നരബലി കൊടുക്കാനുണ്ടായിരുന്നു. ആ നരബലിക്ക് വേണ്ടിയിട്ട് നല്ല സുമുഖനായി നല്ല വെളുത്ത ഹാൻസമായിട്ടുള്ളൊരു ആൾ വന്നപ്പോൾ അവർ പിടിച്ചു അങ്ങോട്ട് കെട്ടി. ഈ കെട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മൂപ്പനോ ആരോ വന്ന് രാജാവിൻ്റെ ശരീരം മൊത്തം തല മുതലിങ്ങനെ നോക്കാൻ തുടങ്ങി. നോക്കി വന്നു കഴിഞ്ഞപ്പോൾ കൈയുടെ അവിടെ വലിയൊരു മുറിവ്. അപ്പം പറഞ്ഞു, പറ്റില്ല, ഇതെടുക്കാൻ പറ്റില്ല, ചോര വാർന്ന് പോയിരിക്കുന്നു, ബലി ഈ ശരീരം എടുക്കാൻ പറ്റില്ല, ബലിക്ക് വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ട് രാജാവിനെ അങ്ങ് വിട്ടു. രാജാവ് ഉണ്ടല്ലോ അന്തം വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആലോചിച്ചു കേട്ടോ, മന്ത്രി പറഞ്ഞ എന്ത് ശരിയാ, എല്ലാം സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കൈ മുറിഞ്ഞതും അപ്പം നല്ലതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇവരെന്നെ ശരിയാക്കിയേനെ, എന്നെ കൊന്നേനെ. അപ്പം ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഇനി ഞാനൊന്ന് മന്ത്രിയെ പോയി തിരിച്ച് കണ്ടുപിടിച്ചിട്ട് മന്ത്രിയുടെ അടുത്ത് ഈ കാര്യം ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് രാജാവ് തിരിച്ചു പോയി മന്ത്രീനെ കണ്ടുപിടിച്ച് ആ കുഴിക്കകത്തുനിന്ന് വലിച്ച് കയറ്റി മന്ത്രീനെ ഒരു വിധം. എന്നിട്ട് പറഞ്ഞു, മന്ത്രി നീ പറഞ്ഞത് വളരെ ശരിയാണ്, എനിക്കിങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ട് ആ സംഭവം മുഴുവൻ വിവരിച്ചു. അപ്പോൾ മന്ത്രി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി രാജാവേ, ഞാൻ പറഞ്ഞ അപ്പം അങ്ങേക്ക് മനസ്സിലായല്ലോ, എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അപ്പം രാജാവ് മന്ത്രിയെടുത്ത് ചോദിച്ചു, എടോ താൻ എൻ്റെ കൈ മുറിഞ്ഞത് നല്ലതെന്ന് പറഞ്ഞു, ശരി എനിക്കത് നല്ലതായി സംഭവിച്ചു. പക്ഷേ ഞാൻ തന്നെ ഈ ചവിട്ടി ഈ കുഴിക്കകത്തിട്ട് തനിക്ക് എവിടെ നിന്നാടോ നല്ലതായത്? താൻ ഈ കുഴിക്കകത്ത് കിടക്കുമായിരുന്നില്ലേ, ഞാൻ വന്ന് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ താൻ ആ കുഴിക്കകത്ത് കിടന്ന് പല മൃഗങ്ങളും വന്ന് തന്നെ കടിച്ച് കൊന്ന് തിന്നേനെ. അപ്പം അതെങ്ങനെയാണോ നന്നായതെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും മന്ത്രി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, രാജാവേ, താങ്കൾ എന്നെ ഇങ്ങനെ കുഴിക്കകത്ത് ഇട്ടില്ലായിരുന്നെങ്കിൽ തങ്ങളുടെ കൂടെ ഞാനും കൂടി വന്നേനെ. തങ്ങളെ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞ് വിട്ടേനെ. പക്ഷേ എൻ്റെ കൈയൊന്നും മുറിഞ്ഞിട്ടില്ലല്ലോ, എന്നെ പിടിച്ച് നരബലി കൊടുക്കത്തില്ലായിരുന്നു അവർ. അപ്പം ഞാൻ എന്നെ ഈ കുഴിക്കകത്ത് ഇട്ട കാരണം മാത്രമല്ല ഞാൻ ഈ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എന്നെ അവർ കൊന്നേനെ. അപ്പം രാജാവ് വിചാരിച്ചു, ശരിയാണല്ലോ മന്ത്രി പറഞ്ഞത്, എന്ത് ശരിയാ. അത് പറഞ്ഞിട്ട് രാജാവ് കൂടി അങ്ങ് പൊട്ടിച്ചിരിച്ചു. അങ്ങനെ രാജാവ് അങ്ങനെ ഒരു കഥ കേട്ട് രാജാവിനും ഒരു സന്തോഷം കിട്ടി. എന്നിട്ട് അവർ രണ്ടുപേരും തിരിച്ച് പോയി, വേട്ടയൊക്കെ നിർത്തി തിരിച്ചു പോയി. ഇതാണ് ഒരു കൊച്ചു കഥ. പക്ഷേ ഈ കഥയിൽ നിന്ന് പഠിക്കാനില്ലേ? ഞാൻ ഈ കഥ ആദ്യം കേൾക്കുന്നത് ഞാൻ കുഞ്ഞായിരുന്നപ്പോഴാട്ടോ. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ ഓരോ സംഭവം സംഭവിക്കുമ്പോഴും അപ്പോഴൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങൾ സഹിക്കാനാണ് മനുഷ്യൻ്റെ ജന്മമേ എന്ന് പറഞ്ഞാൽ 99% സങ്കടവും 1% ഹാപ്പിനെസ് നമുക്ക് വരുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ഏതൊരാളുടെ ജീവിതം എടുത്തു കഴിഞ്ഞാലും നമ്മൾ കാണുന്നത് അവർ പുറമേന്ന് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും. പക്ഷെ അവരുടെ കയ്യിൽ എന്തെങ്കിലും വിഷമിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ സംഭവിച്ച് കാണും. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ അതിനെ ആ സ്പിരിറ്റിലെടുക്കുക. ദൈവം തരുന്ന സങ്കടവും നമ്മൾ അത് നല്ലതിന് വേണ്ടിയാണെന്നുള്ളത് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് ജീവിതം ജീവിക്കുക. അതേ മനുഷ്യരെ കൊണ്ട് പറ്റുള്ളൂ. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടേക്കുക, അല്ലേ? അപ്പോൾ ഇത് എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ കഥ പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നല്ല ഭംഗിയായി കിച്ചൺ. ഞാനും ഹാപ്പി, നിങ്ങളും ഹാപ്പി. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക.